ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ ആ ഒരു നേഴ്സ് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം തന്നെ ആ ക്യാമറ കറക്റ്റ് സ്ഥലത്ത് തന്നെയാണെന്നുള്ളത് ചെന്ന് പോയിട്ട് നോക്കുന്നുണ്ട് ബാത്റൂമിൽ. അതിനുശേഷം തന്നെ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല, ഈ ഈ മസാജിങ് കഴിഞ്ഞാൽ ഈ പൗഡർ ഒന്ന് ഇട്ടേക്കണം, മറക്കരുത്, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ പോകാൻ നിൽക്കുന്നു. അതിനുശേഷം തന്നെ നേരെ ചെല്ലുന്നത് ആരതിയുടെയും അതുപോലെ ശരത്തിൻ്റെ അടുത്തേക്ക് തന്നെയാണ്. അതിനുശേഷം തന്നെ അവർ സംസാരിക്കുന്നത്, ഇതുവരെയും ആർക്കും ഒരു സംശയം തോന്നിയിട്ടുണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതുവരെയും സംശയമൊന്നുമില്ല, പക്ഷേ സൂക്ഷിക്കണം. പിന്നെ ആ മുകളിലത്തെ മുറിയിൽ ബാത്റൂമിൽ ഞാനൊരു ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളതെല്ലാം തന്നെ, ആ വീഡിയോസ് എല്ലാം തന്നെ എടുത്തു വച്ചേക്കണം. ഒരു കാരണവശാലും ആ പെൺകുട്ടികൾ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോകാൻ പാടില്ല. അതിനു വേണ്ട എല്ലാം എടുത്തു വച്ചേക്കണമെന്ന് ശരത്തിനോട് പറയുന്നുണ്ട്. ആ കാര്യം ഞാൻ ഏറ്റവും പറയുന്നു. ആ സമയത്താണ് അഞ്ചു വരുന്നത് കേട്ടോ. അഞ്ചു വരുന്നത് കാണുന്ന ആ പെൺകുട്ടി എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാറ്റർ തന്നെ മാറ്റുന്നു. അതായത് വർഷയുടെ മരുന്നുകളൊന്നും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. ഇത് കേട്ട് വരുന്ന അഞ്ജുവിന് ഒരുപാട് ആശ്വാസമാവുന്നുണ്ട്. അതിനുശേഷം തന്നെ ഞങ്ങളിവിടെ വർഷയുടെ കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് ശരി, ഇപ്പം എങ്ങനെയുണ്ടെന്ന് പറയുന്നുണ്ട്. ഭേദമായിട്ട് വരുമെന്ന് തന്നെയാണ് പറയുന്നതെന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ പെട്ടെന്ന് ആരതിക്ക് ആ പൈസ കൊടുക്കുന്നുണ്ട് കേട്ടോ, 40,000 രൂപ. എന്തായാലും ഇത് മുൻപത്തെയും കൂടി ഉണ്ടെന്ന് പറഞ്ഞു അയാൾ ചേച്ചിക്ക് തരാൻ വേണ്ടിയിട്ട്. അതെ, അവർ എൻ്റെ സ്ഥിരം കസ്റ്റമേഴ്സാണ്. ഞാൻ ഉണ്ടാക്കുന്ന, അതായത് ഞാൻ ഡിസൈൻ ചെയ്യുന്ന സാരിയൊക്കെയാണ് അവരുടെ അമ്മയ്ക്കും അതുപോലെ ഭാര്യയൊക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് മുന്നത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഒരാളെ എനിക്ക് കിട്ടിയത് വലിയ സന്തോഷം അഞ്ജു. പിന്നെ ഈ പൈസ അഞ്ചു കൈ വെച്ചോന്ന് പറയുന്നു. അതിനൊരു ചെറിയൊരു പൈസ അഞ്ജുവിന് കൊടുക്കുന്നുണ്ട്. മറ്റൊന്നിനുമല്ല, അഞ്ജു ഇനിയും ആ ജോലി തുടരണമല്ലോ, അതിനു വേണ്ടി തന്നെയാണ്. എനിക്ക് വേണ്ട ചേച്ചി എന്ന് പറയുമ്പോൾ അത് അഞ്ജുവിനുള്ളത് തന്നെയാണ്. എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, ഒരു വരുമാനം കൂടി വേണമെന്ന്, അതായിട്ട് കൂട്ടിയാൽ മതി. അഞ്ജു ഇത് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ എല്ലാവരും കൂടി വീണ്ടും ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ആർക്കും ഒരു സംശയം തോന്നിയിട്ടില്ല. ഇനി നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകണം. സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിടിക്കപ്പെടുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെയാണെങ്കിലോ വിവേക് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് തൻ്റെ ഫ്രണ്ട് തന്നെ കാണുമെന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. DYSP ആണ് അവൾ, തൻ്റെ കൂട്ടുകാരിയാണ്. അങ്ങനെ അവളെ കാണിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഒരു സമാധാനമാവുന്നുണ്ട് നമ്മുടെ വിവേകിന്. തൻ്റെ കൂട്ടുകാരിയെ കാണുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇവിടേക്ക് ട്രാൻസ്ഫർ ആയതാണെന്നൊക്കെ ചോദിക്കുന്നു. ഇനി ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് പറയുകയാണ്. കുറച്ച് മയക്കുമരുന്ന് കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉറവിടം ആർക്കും തന്നെ അറിയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരുപാട് ആളുകളെ അതിൽ പരിചയമുണ്ട്. പക്ഷേ യഥാർത്ഥ ഉടമ ആരാണെന്നുള്ളത് ആർക്കും അറിയില്ല എന്ന് പറയുന്നുണ്ട്. അയാളെയാണ് പിടിക്കേണ്ടത്. അതിൻ്റെ വേരുകൾ അന്വേഷിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നു. ആ സമയത്ത് വിവേക്, നീ എന്തായാലും ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കുമല്ലോ, അത് എനിക്കറിയാലോ. പിന്നെ എങ്ങനെയുണ്ട് നിൻ്റെ അച്ഛനും അമ്മയും ആൻറ്റിയും അങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? അച്ഛനും അമ്മയൊക്കെ UK പോവാണ്, അവിടെ ഒരു മാരേജ് ഉണ്ട്. അപ്പോൾ നീ പോകുന്നില്ലേ? അല്ല, ഞാൻ പോകുന്നില്ല എന്ന് പറയുന്നു. എനിക്ക് പോകാൻ പറ്റിയൊരു സാഹചര്യമല്ല ഞാനെന്ന് പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ പ്രശ്നം? എന്നോട് പറയാൻ പറ്റുമെങ്കിൽ പറയാമെന്ന് പറയുന്നു. എൻ്റെ കല്യാണമായിരുന്നു ഇപ്പം അടുത്ത് തന്നെ, പക്ഷേ എൻ്റെ വർഷയാണെങ്കിൽ ഒരു ആക്സിഡൻറ്റ് പറ്റി അവൾക്ക് എന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് അതെങ്ങനെ സംഭവിച്ചു, അങ്ങനെ ആ ഡീറ്റെയിൽസ് എല്ലാം തന്നെ പറയുന്നുണ്ട്. കുഴപ്പമില്ലടാ, എത്രയും പെട്ടെന്ന് വർഷം ഭേദമായിട്ട് വരും. പിന്നെ ഞാൻ ഇതിൻ്റെ വർഷയിൽ കാണുന്നുണ്ട്. നമുക്ക് ഇന്ന് തന്നെ പോയാലോ? ഇന്ന് സമയമില്ല, ഇന്ന് ജോയിൻ ചെയ്ത ദിവസമല്ലേ, എനിക്ക് സ്റ്റേഷനിലേക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം എന്തായാലും വർഷയെ കാണാൻ വരുന്നുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്നെ വിളിച്ച് ശല്യപ്പെടുത്തു കേട്ടോ, ഇതിനൊരു ശല്യമാക്കി എടുത്തോളാനായിട്ട് പറയുകയാണ് കേട്ടോ. അത് അതിനുശേഷം തന്നെ വിവേകിന് സമാധാനമാവുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അഞ്ജുവിനെയും ശിവയെയും നമ്മുടെ അബിയാണ് കേട്ടോ. മറ്റൊന്നല്ല, അതായത് ആൻറ്റി വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ആൻറ്റിയും അവളുടെ മകളും കൂടി വന്നിട്ടുണ്ടായിരുന്നു. വിവേക് അവരെ വിളിച്ച് പുറത്താക്കി എന്ന കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. ആ സമയത്ത് അവരറിഞ്ഞതുപോലുള്ള ആൻറ്റി ഇങ്ങോട്ട് വന്ന കാര്യം എന്നൊക്കെ നമ്മളെ വസുന്ധര ആൻറ്റി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആൻറ്റിക്കൊരു എതിർപ്പുമില്ല. വർഷയെ തന്നെ വിവാഹം കഴിച്ചാൽ മതി വിവേക് എന്നാണ്. ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കരുത് എന്നാൽ ആണ് നമ്മുടെ ആൻറ്റി പറയുന്നത്. പക്ഷേ അങ്കിൾ അങ്ങനെയല്ല പറയുന്നത്. എത്രയും പെട്ടെന്ന് നമ്മുടെ വിവേകിൻ്റെ വിവാഹം നടത്തണമെന്ന് തന്നെയാണ്
വർഷയെ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലോ, ഇപ്പം എന്ത് പറ്റിയെന്ന് പറയുന്നു. അത് ആ ജ്യോത്സ്യൻ പറഞ്ഞതാണ്. അതായത് വർഷയുടെ ജാതകത്തിൽ എന്തോ ഒരു ദോഷമുണ്ടെന്ന്. അതുകൊണ്ട് തന്നെയാണ് വർഷയെ മാറ്റി മറ്റൊരു പെൺകുട്ടി ആലോചിക്കണമെന്ന് അങ്കിളി വാശി പിടിക്കുന്നതെന്നൊക്കെ പറയുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണെന്നുള്ള രീതിയിൽ എല്ലാവരും നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വർഷയോട് ചെന്നിട്ട് അഭി കാര്യങ്ങൾ പറയുന്നുണ്ട്. നീ കേട്ടോ, നീ ഇതെന്തെങ്കിലും കേൾക്കുന്നുണ്ടോ വർഷ? നിന്നെ ഒഴിവാക്കാനാണ് എല്ലാവരും പറയുന്നത്. നീ ഞങ്ങൾക്കൊന്ന് റെസ്പോണ്ട് ചെയ്യ്, എന്തെങ്കിലും ഒരു ചെറു വിരൽ കൂടി അനക്ക്, എന്നാൽ ഞങ്ങൾ ഇവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കും. നിൻ്റെ വിവേകിൻ്റെ വിവാഹം മാത്രമേ നടക്കുള്ളൂ. എന്തെങ്കിലും ഒന്ന് പറയടി. ചെറുതായിട്ട് ഒരു വിരൽ പോലെങ്കിലും ഇളക്കാനായിട്ട് പറയുന്നു കേട്ടോ. പക്ഷെ വർഷയിൽ നിന്ന് ഒരു റെസ്പോൺസ് ഇല്ല കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ DYSP മാഡത്തിനെയാണ്. അതുപോലെ വിവേകിൻ്റെ മറ്റൊരു ഫ്രണ്ടിനെയും കാണിക്കുന്നുണ്ട്. ആ സമയത്ത് അവിടുത്തെ SC അയാൾ തന്നെയാണ് കേട്ടോ. അങ്ങനെ മാഫിയയെക്കുറിച്ച്, അതായത് ലഹരി മാഫിയയെക്കുറിച്ചൊക്കെ ഇവിടെ മയക്കുമരുന്ന് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെക്കുറിച്ചൊക്കെ നല്ലൊരു ഡീറ്റെയിൽസ് എനിക്ക് വേണമെന്ന് പറയുന്നു. പക്ഷേ അവരുടെ വേരുകൾ അന്വേഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് കിട്ടാൻ സാധ്യത കമ്മിയാണ്. കാരണം അന്ന് മയക്കുമരുന്നിനെക്കുറിച്ച് ഒരു പെൺകുട്ടി ഞങ്ങളെ വിളിച്ച് പറഞ്ഞു എവിടെയോ ഉണ്ടെന്നുള്ളത്. ആ സമയത്ത് തന്നെയാണ് പെട്ടെന്ന് ആ കുട്ടിക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയും അവളിപ്പോൾ കോമ സ്റ്റേജിലാണെന്നുള്ള വിവരം ഞങ്ങൾ അറിയുന്നതെന്ന് പറയുന്നു. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ആരാണ് ആ പെൺകുട്ടി? അത് വർഷയാണെന്ന് പറയുന്നു. വർഷ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വിവേകിൻ്റെ കാര്യമാണ് ഓർമ്മ വരുന്നത് കേട്ടോ. വിവേക് ഇത് തന്നെയല്ലേ പറഞ്ഞത്, ആക്സിഡൻറ്റ് നടന്നു, ഇപ്പോൾ അവൾ കോമൺ സ്റ്റേജിലാണെന്നുള്ളത്. അപ്പോഴാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത്, വർഷയുടെ ആക്സിഡൻറ്റ് അത് മനഃപൂർവ്വം തന്നെ ഉണ്ടാക്കിയതാണ്, അല്ലാതെ വേറൊന്നുമല്ല. ശരത്ത് മനഃപൂർവ്വം വണ്ടി ഇടിയിച്ചതാണെന്നുള്ളത് ഉറപ്പായി കേട്ടോ. അതിനുശേഷം തന്നെ വീണ്ടും അതിന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് മാഡം എന്തായാലും തയ്യാറെടുക്കുക തന്നെ കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് കിട്ടണമെന്ന് പറയുന്നു. പിന്നെ ഡോക്ടർ വരുന്നുണ്ട്, അതായത് റോബിൻ വരുന്നുണ്ട്. എന്നിട്ട് ആരതിയും ശരത്തിനെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ എന്തായി കാര്യങ്ങൾ, ആ പെൺകുട്ടികൾ മുകളിലുണ്ട്, പേഷ്യൻറ്റും പെൺകുട്ടികളും മുകളിലുണ്ടെന്ന് പറയുന്നു. പിന്നെ നമ്മുടെ കാര്യങ്ങൾ എവിടെയും ലീക്കായിട്ടില്ലല്ലോ? ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ ഞാൻ എൻ്റെ പേഷ്യൻറ്റിനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറയുന്നു. ഞാനുണ്ട് ശരത്ത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും കൂടി ചെല്ലുന്ന ആരതി പറയുന്നുണ്ട്. കേക്കുമായിട്ട് പതുക്കെ ഞാൻ അങ്ങ് എത്തിയേക്കാമെന്ന് പറയുന്നു. ആ സമയത്ത് ഡോക്ടർ വന്നിട്ട് പരിശോധിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു മെഡിസിൻ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതെല്ലാം തന്നെ വർഷയുടെ ഓർമ്മ തിരിച്ച് കിട്ടാതിരിക്കാനുള്ള മെഡിസിൻസാണ്. തനിക്ക് ചെറുതായിട്ടൊരു ഓർമ്മ വരാനുണ്ടെന്ന് കാണുന്ന സമയത്ത് അത് മെഡിസിൻ മാറ്റി അവൾക്ക് വീണ്ടും ആ പഴയ രീതിയിലാക്കുകയാണ് കേട്ടോ ഡോക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതാർക്കും അറിയില്ലല്ലോ. അങ്ങനെ ആ മെഡിസിൻ സ്ലിപ്പ് കൊടുക്കുന്ന സമയത്ത് ശിവ ചോദിക്കുന്നുണ്ട്, ഇത് എന്തിൻ്റെ മെഡിസിനാണ് സാർ എന്ന് ചോദിക്കുന്നു. അല്ല, വർഷയുടെ ഓർമ്മ തിരിച്ചു കിട്ടണ്ടേ, അതിനുള്ളതൊക്കെ തന്നെയാണെന്ന് പറയുന്നു. അവൾക്ക് എങ്ങനെയെങ്കിലും മാറ്റം ഉണ്ടാവുക, നിങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് അഭി ചോദിക്കുന്നുണ്ട്. ഒന്നും വേണ്ട, നിങ്ങൾ ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി എന്ന് പറയുന്നു. ആ സമയത്ത് ശരത്താണെങ്കിലോ അഭിയുടെയും ശിവയുടെയും അടുത്ത് നിൽക്കുന്ന അഞ്ജുവിനെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് അഞ്ജു അവൾ ശ്രദ്ധിക്കുമ്പോൾ നോർമലി ശരത്തേട്ടൻ നോക്കുന്നത് പോലെയാണ് അവൾക്ക് തോന്നുന്നത്. പക്ഷേ ആ കഴുകൻ്റെ കണ്ണുകൾ മാത്രമാണ് കേട്ടോ അവിടെ കാണുന്നത്. അതിനുശേഷം തന്നെ ആരതിയാണെങ്കിലോ കേക്കുമായിട്ട് വരുന്നുണ്ട് കേട്ടോ. കേക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അഞ്ജു അഭി എടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഡോക്ടർ പോകുന്നു. നമ്മുടെ ശിവയ്ക്ക് കൊടുക്കുമ്പോൾ എനിക്ക് വേണ്ട ചേച്ചി എന്ന് പറയുന്നു. അതെന്താ ശിവ, ഞാൻ എപ്പോഴും ഈ ബേക്കറി സാധനങ്ങൾ കഴിക്കില്ല എന്ന് പറയുന്നു. ഒരെണ്ണം കഴിച്ചു എന്ന് വെച്ചിട്ട് നിനക്കൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. അല്ല, ഇതിപ്പോൾ സ്ഥിരമല്ലേ, എനിക്ക് പറ്റില്ല ചേച്ചി എന്ന് പറയുന്നു. തീർത്ത് പറയുന്നു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ശരത്ത് വാങ്ങുന്ന കേക്ക് കേട്ടോ. ഒരു കാര്യം ചെയ്യേ, ആരതി കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ നിങ്ങൾക്ക് വേണ്ടി, അവൾക്ക് ടേസ്റ്റ് ചെയ്തിന്, പിന്നെ അത് മതി, ഒരു കഷ്ണമെങ്കിലും എടുക്ക് ശിവ എന്ന് പറയുന്നു. ഒരു പീസ് എടുത്ത് കഴിക്കുന്നു മനസ്സോടു കൂടി തന്നെ. പക്ഷേ ആർക്കെങ്കിലും ഈ ടേസ്റ്റ് വ്യത്യാസം അറിയാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കാരണം ഈ ഡോസ് കൂട്ടി വരുന്നേ ഉള്ളൂ അവർ. പക്ഷെ അപ്പോഴേക്കിനും ഇവരിതിൻ്റെ അടിമകളാവും എന്നുള്ള രീതിയിലാണ് അവരാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ, ശരത്തും അതുപോലെ ആരതിയും കൂടി. ഏതായാലും DYSP മാഡം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ പെൺകുട്ടികളെ എന്തായാലും മാഡം രക്ഷിക്കും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.